ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ നമ്മൾ ആക്ച്വലി ഒരു ലേണിംഗ് പർപ്പസ് വീഡിയോ ആണ്. നിങ്ങളുടെ ഒരു ഫേവറേറ്റ് ടോപ്പിക്കാണ്. എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചായിരുന്നു. മോസ്റ്റ്ലി നമ്മുടെ റെഗുലർ വ്യൂവേഴ്സാണ് ചോദിക്കാറുണ്ട്. ഇത് ആക്ച്വലി സ്മാർട്ട് മണി കോൺസെപ്റ്റുള്ള ഞാൻ 2 വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ആക്ച്വലി 2 പാർട്സാണ്. അത് ലിക്വിഡ് സ്വീപ്പ് ആൻഡ് ലിക്വിഡ് റിട്ടേൺ. ഇത് അതിൽ തന്നെ വരുന്ന ഒരു ആക്ച്വലി ആ ഒരു വീഡിയോ ആണ്. ഇത് ആക്ച്വലി വരുന്ന വീഡിയോ FVG ഗ്യാപ്പാണ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, FVG ഗ്യാപ്പ്. ഓക്കെ, ഫസ്റ്റ് FVG ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ആക്ച്വലി ഒരു പ്രൈസ്, ഒരു ക്യാൻഡിൽസ് എപ്പോഴും റണ്ണിങ് ക്യാൻഡിൽസ് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് റെഗുലർ ബേസിസിൽ അങ്ങനെ ഹെൽത്തി മദർ ക്യാൻഡിൽസ് ഉണ്ടാവണം. മോസ്റ്റ്ലി അങ്ങനെ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് പോവുകയാണെങ്കിൽ മദർ ക്യാൻഡിൽ മീൻസ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് മദർ ക്യാൻഡിൽ? മീൻസ് 3 ഹെൽത്തി ക്യാൻഡിൽ. ഇത് കണ്ടോ, 1, 2, 3 ഇങ്ങനെ ഒരു ചെറിയ കുഞ്ഞു ക്യാൻഡിൽസ് അത്ര വാല്യൂബിൾ അല്ല. ബട്ട് യെസ് 1, 2, 3 ഇങ്ങനത്തെ ഒരു റെഡ് ക്യാൻഡിൽസ് ആണ് ഞാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഈ 1, 2, 3 ഈ ഇങ്ങനത്തെ മദർ ക്യാൻഡിൽ ലെങ്ത് കൂടുതലുണ്ടെങ്കിലാണ് അങ്ങനെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായോ? അത് നിങ്ങളും ഞാനും ആരുമല്ല, റീറ്റെയിലേഴ്സ് ആരുമല്ല ഉണ്ടാക്കുന്നത്. ആ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത് സ്മാർട്ട് മണി, ഹ്യൂജ് മണി, ഓർ നമുക്ക് പറയാം ഓപ്പറേറ്റേഴ്സ്, റൈറ്റ്? അവരാണ് ആ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ് അത്? പ്രൈസ് ജമ്പ് ചെയ്യും അവിടുന്ന്. മനസ്സിലായോ? പ്രൈസ് ജമ്പ് ചെയ്യുന്നതാണ്. ഞാൻ ആക്ച്വലി നല്ലപോലെ എക്സ്പ്ലനേഷൻ ഞാൻ ചെയ്യാറുണ്ട്. ട്രൈ ചെയ്യുന്നതിന് മാക്സിമം നിങ്ങളത് ശരിക്കും മനസ്സിലാക്കി എടുക്കണം. ഓരോരോ കോൺസെപ്റ്റ്, ആ ഒരു കോൺസെപ്റ്റ് വെറൈറ്റി ആയിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അത്രയ്ക്ക് എക്സ്പ്ലനേഷൻ യൂട്യൂബിൽ ഐ തിങ്ക് ഇപ്പോൾ ചെയ്യുന്നില്ല ആരും. റീസൺ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇൻ ഷോർട്ട് വീഡിയോസാണ് എല്ലാവരും ഉണ്ടാക്കുന്നത്. ഞാൻ അതൊക്കെ എല്ലാം ക്ലിയറാക്കി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം ഇൻ ഫ്യൂച്ചർ എനിക്കും ടൈം ഉണ്ടാവും, എനിക്കറിയില്ല. ബട്ട് യെസ്, ഇപ്പോൾ ടൈമുണ്ട്. ആ എക്സ്പീരിയൻസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക ഈ ടൈമിലാണ്. സോ അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കണം. ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്യണം മാക്സിമം. നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ, നിങ്ങൾ കൊളീഗ്സ് ഉണ്ടാവും, അവർക്കും ഇങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ്. ഇതിനകത്ത് ഈ വീഡിയോ ചിലപ്പോൾ ലോങ് ആവും. ഞാൻ ഇപ്പോൾ തന്നെ പറയാം, ഞാൻ ലേണിംഗ് വീഡിയോസ് ചെയ്യുന്നത് അങ്ങനെയാണ്. മോസ്റ്റ്ലി ഞാൻ ചാനൽ ഉണ്ടാക്കിയത് ലേണിംഗ് വീഡിയോസിനാണ്. ബട്ട് എൻ്റെ അടുത്ത് കുറച്ച് പേര് ഇങ്ങനെ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഈ ഡെയിലി വ്യൂസ് ഇടാൻ തുടങ്ങി ഇൻട്രോഡേ പർപ്പസ്ലി. ബട്ട് ഞാൻ എൻ്റെ ചാനൽ തന്നെ ഫെയർ വാല്യൂ മീൻസ് ലേണിംഗ് ചാനലാണ്. മോസ്റ്റ്ലി ലേണിംഗ് വീഡിയോസാണ് ഇടാൻ എൻ്റെ ഉദ്ദേശം. അത് തന്നെയാണ് വെറൈറ്റി വീഡിയോസ്. മോസ്റ്റ്ലി വെറൈറ്റി മീൻസ് ആ ഒരു ചിലപ്പോൾ കോൺസെപ്റ്റ് എല്ലാവരും സെയിം ആയിരിക്കും. ബട്ട് എക്സ്പ്ലനേഷൻ, ഡീപ്പ് എക്സ്പ്ലനേഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഡീപ്പ് എക്സ്പ്ലനേഷൻ ആക്ച്വലി നമ്മൾ അതിൻ്റെ അർത്ഥം എന്താ, ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നു. സോ നിങ്ങൾ അത് കറക്റ്റായിട്ട് കാണണം, ഫുള്ള് കാണണം, കറക്റ്റായിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ ശരിക്കും അത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. പിന്നെ ഇതിൻ്റെ വേറൊരു ഹ്യൂജ് ഒരു ടോപ്പിക്ക് ഇൻ ഫ്യൂച്ചർ വരും എന്ന് ഞാൻ പറയാം. ബട്ട് നിങ്ങൾ ഇതൊക്കെ എല്ലാം ഞാൻ ലേണിംഗ് വീഡിയോസിലിടുന്ന ഇതൊക്കെ എല്ലാം കോൺസെപ്റ്റ് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചർ അത് നല്ല ഒരു കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ തന്നെ ശരിക്കും നല്ല ഒരു ഹ്യൂജ് ട്രേഡർ ആകും. വേറെ ആരുടെ കോലും പുട്ടും ഇവർ തരുന്ന ആളുകളുടെ വെറുതെ അതൊക്കെ ശരിക്കും ആവശ്യം വരത്തില്ല നിങ്ങൾക്ക്. അതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇല്ല. നിങ്ങൾ ഐ ഹോപ്പ് സോ നിങ്ങൾ നല്ലൊരു ട്രേഡർ ആകുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വേണ്ടി. സോ ഓക്കെ, ടോപ്പിലേക്ക് കിടക്കാം. സോ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫസ്റ്റ് ഞാൻ ഉദ്ദേശം എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ കുറച്ച് പേർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും എന്താണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇതേ ഈ 1, 2, 3 ഈ ഫസ്റ്റ് ഇത് ക്യാൻഡിൽ റെഡാണ്. ഇത് സെക്കൻഡ് ക്യാൻഡിൽ ഇതാണ്, തേർഡ് ക്യാൻഡിൽ ഇതാണ്. ഈ 3 റെഡ് ക്യാൻഡിൽസ് ആണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ക്യാൻഡിൽ ആൻഡ് തേർഡ് ക്യാൻഡിൽ. ഓക്കെ, ഫസ്റ്റ് ക്യാൻഡിൽ ആൻഡ് തേർഡ് ക്യാൻഡിലിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് വീക്ക് ടു വീക്ക് ആണ് നോക്കേണ്ടത് എപ്പോഴും. വീക്ക് ടു വീക്ക് ഓർ ബോഡി ടു ബോഡി, ക്യാൻഡിൽസിൻ്റെ ലാസ്റ്റ് ഒരു എൻഡ്. ഓക്കെ, മനസ്സിലായോ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. സെക്കൻഡ് ക്യാൻഡിൽ അവോയ്ഡ് ചെയ്യുക. ഫസ്റ്റ് ആൻഡ് തേർഡ് ക്യാൻഡിലിൻ്റെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ്, അതാണ് എപ്പോഴും ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, അതായിരിക്കും എപ്പോഴും ഫെയർ വാല്യൂ ഗ്യാപ്പ്. ശ്രദ്ധിക്കണം. പിന്നെ ചില സമയത്ത് ചെറിയ ക്യാൻഡിൽസിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ടാകും. അത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അത് അവോയ്ഡ് ചെയ്യേണ്ടത് മീൻസ് മോസ്റ്റ്ലി ആസ് പെർ മീ മദർ ക്യാൻഡിൽസിൻ്റെ ഇടയിൽ വരുന്ന ഗ്യാപ്പാണ് സ്മാർട്ട് മണീൻ്റെ ഗ്യാപ്സ് ഉണ്ടാകുള്ളൂ. കാരണം അതാണ് കൂടുതലായിട്ട് ഗ്യാപ്പ് ഉണ്ടാക്കുന്നത്. അവരുടെ ഗ്യാപ്പ് അത് തന്നെ ആയിരിക്കുള്ളൂ മോസ്റ്റ്ലി. ഓക്കെ, പിന്നെ ബോഡിയുടെ മറ്റേ ക്യാൻഡിലിൻ്റെ ബോഡിയല്ല. ഒത്തിരി പേര് അങ്ങനെ പല കോൺസെപ്റ്റ് ഷെയർ ചെയ്യാനാണ്. ബോഡിയല്ല
ക്യാൻഡിലിൻ്റെ വിഗ്, ദാറ്റ് മീൻസ് അതിൻ്റെ ലാസ്റ്റ്, ക്യാൻഡിലിൻ്റെ ലാസ്റ്റ്. ഓക്കെ, ഹയർ പോയിൻറ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ ഈ ലോവർ പോയിൻറ്റ്. ഓക്കെ, തേർഡ് ക്യാൻഡിലിൻ്റെ. ഓക്കെ, ഈ തേർഡ് ക്യാൻഡിലിൻ്റെ ഈ ഒരു പോയിൻറ്റ്. ഓക്കെ, സോ വിഗ് ഉണ്ടെങ്കിൽ വിഗ് നമുക്ക് ശരിക്കും കൗണ്ട് ചെയ്യേണ്ടതാണ്. വിഗ് ഇല്ലെങ്കിൽ ബോഡിയുടെ ലാസ്റ്റ് ഈ പാർട്ട്. ഓക്കെ, സോ അതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്, FVG ഗ്യാപ്പ് പെർഫെക്റ്റ്ലി. അതാണ് അതിൻ്റെ ഉദ്ദേശം. പിന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു 2-3 ടൈപ്സൊക്കെ ആവാം. ഒത്തിരി ടൈപ്സ് ഉണ്ട് അതിനകത്തുള്ളത്. നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അതെപ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. സോ ഇത് ക്ലിയറായി. ഇനി നെക്സ്റ്റ് വേറെ ഒരു എനിക്ക് പറയാനുള്ളത്, ആക്ച്വലി ഇപ്പോൾ ഈ ഒരു ഗ്യാപ്പ് കണ്ടു, പിന്നെ വേറെ ഒരു ട്രാപ്പി ഗ്യാപ്പ് കൂടി ഉണ്ടാകും. അത് ഞാൻ ബാക്കിൽ കാണിച്ചു തരാം. ട്രാപ്പി ഗ്യാപ്പിന് ഗ്യാപ്പ് മീൻസ് ക്യാൻഡിലിൻ്റെ ഇവിടെ ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ക്യാൻഡിൽ, ഒരു മദർ ക്യാൻഡിൽ. ഓക്കെ, ചെയ്തോ നമ്മുടെ ഈ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ഞാൻ ഇപ്പോൾ നോക്കാൻ പോകുന്നത്. ഈ ഗ്രീൻ ക്യാൻഡിൽ. ഓക്കെ, ഇതിൻ്റെ ഈ ക്യാൻഡിൽ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 2, 3, 5 എത്ര ക്യാൻഡിലായാലും ഈ ക്യാൻഡിലിൻ്റെ അകത്താണെങ്കിൽ ഇൻസൈഡ് ബാർ ആയി. ഓക്കെ, അത് ഇൻസൈഡ് ബാർ ആയി. ദാറ്റ് മീൻസ് അതിൻ്റെ വാല്യൂ ഇല്ല. സോ നമ്മൾ ഈ 2, 3 ക്യാൻഡിൽ നമ്മൾ കൂട്ടത്തില്ല. മനസ്സിലായോ? ഓക്കെ, ഫസ്റ്റ്. സോ ഈ ക്യാൻഡിൽ ദെൻ നെക്സ്റ്റ് വരുന്ന ക്യാൻഡിൽ ഈ ഫുൾ ക്യാൻഡിലിൻ്റെ അകത്താണെങ്കിൽ 2, 3 ക്യാൻഡിൽസ്, 5 ക്യാൻഡിൽ, 7 ക്യാൻഡിൽ എത്ര ആയാലും അത് നമ്മൾ കൂട്ടത്തില്ല. ബട്ട് ഇൻസൈഡ് ബാർ ആണെങ്കിൽ ഓക്കെ. സോ നമ്മൾ ഫസ്റ്റ് കൗണ്ട് ചെയ്യുന്നത് ഇത്, സെക്കൻഡ് കൗണ്ട് ചെയ്യുന്നത് ഇതായിരിക്കും. ഓക്കെ, ഫസ്റ്റ് കൗണ്ട് ചെയ്യുന്നത് ഇത്, സെക്കൻഡ് കൗണ്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഈ ഗ്രീൻ ആയിരിക്കും. ബാക്കി ഇതിൻ്റെ അകത്തല്ല, ഈ ബോഡിയുടെ ഓർ ഈ വിഗിൻ്റെ ഈ ക്യാൻഡിൽ ഫുൾ അകത്താണ് ഈ 2, 3 ക്യാൻഡിൽസ്, കുഞ്ഞു ഈ ക്യാൻഡിൽ. സോ അത് അവോയ്ഡ് ചെയ്യും. സോ സെക്കൻഡ് ക്യാൻഡിൽ, ദെൻ തേർഡ് ക്യാൻഡിൽ വരുന്നത് നമ്മുടെ ഈ ഡോജിയാണ്. തേർഡ് ക്യാൻഡിൽ വരുന്നത് നമ്മുടെ ഈ ഒരു ഡോജിയാണ്. സോ ഇതിനകത്ത് ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടോ? ഒരു ലേശം കുഞ്ഞു ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതാണ് ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ബാക്കി സോ ഇത് ചിലപ്പോൾ കൂടുതലും ആവാം. മനസ്സിലായോ? ഇത് ചിലപ്പോൾ കൂടുതൽ. ഇപ്പോൾ ഇത് കണ്ട, ഇതൊരു കുഞ്ഞു ഗ്യാപ്പാണ്. കുഞ്ഞു ഗ്യാപ്പ് മീൻസ് ഞാൻ ഇതായിട്ടല്ല പറയണേ. ഇത് ചിലപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ നമ്മൾ നോക്കണമെങ്കിൽ ചിലപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ പറയാൻ പറ്റത്തില്ലല്ലോ. ചിലപ്പോൾ കുറച്ചുകൂടി മുകളിലേക്ക് ഉണ്ടാകും, മുകളിലേക്ക്. അപ്പോൾ അത്യാവശ്യം നല്ല ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ അതാണ് ഫെയർ വാല്യൂ ഗ്യാപ്പ്. അത് ഇപ്പോൾ ഇതിനകത്ത് കുഞ്ഞതേ ഉള്ളൂ. നെക്സ്റ്റ് നമ്മൾ എപ്പോഴും നോക്കുകയാണെങ്കിൽ അത് കൂടുതലായിരിക്കും. ഞാൻ പറയുന്ന ഉദ്ദേശം എന്താ വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റ് ക്യാൻഡിൽ ഇതാണെങ്കിൽ സെക്കൻഡ് ക്യാൻഡിൽ ബാക്കി 2, 3 ക്യാൻഡിൽ ഇതിൻ്റെ അകത്താണെങ്കിൽ, ഇൻസൈഡ് ബാർ ആണെങ്കിൽ ഇൻസൈഡ് ബാർസ് നമുക്ക് കൗണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അത് നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമ്മൾ നേരെ ഫസ്റ്റ് ഇത്, സെക്കൻഡ് നമ്മുടെ മറ്റേ റെഡ് മേജർ ക്യാൻഡിൽ, ആ ഒരു മദർ ക്യാൻഡിലാണെങ്കിൽ അതാണ് പിന്നെ ഫെയർ വാല്യൂ ഗ്യാപ്പ്. സോ ഇതിൻ്റെ ഒത്തിരി കൺഫ്യൂഷൻ സ്റ്റേജസ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ ഈ FVG ഗ്യാപ്പ് നമ്മൾ ഈസിലി പഠിക്കും, ബട്ട് ഇതൊക്കെ ആരും എക്സ്പ്ലെയിൻ ചെയ്യത്തില്ല. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു കാരണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ, ഇതിൻ്റെ ഫുള്ള് ലാസ്റ്റ് ട്രേഡ് എങ്ങനെ എടുക്കേണ്ടത്, ഓർ സപ്പോർട്ട് കാര്യങ്ങൾ എങ്ങനെയാണ്, ഞാനത് ലാസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം ലാസ്റ്റ് ഒരു. പിന്നെ വേറെ ഒരു കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, മിറ്റിഗേറ്റഡ് ഒരു സംഭവമുണ്ട്. മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ അത് ടെക്നിക്കൽ വേർഡാണ്. ഞാൻ ചിലപ്പോൾ പറഞ്ഞാൽ ഒത്തിരി പേര് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. മിറ്റിഗേറ്റ് എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ നെക്സ്റ്റ് ക്യാൻഡിൽ വന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നെക്സ്റ്റ് ക്യാൻഡിൽ സപ്പോസ് സഡൻ വന്നു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് യൂസായി. FVG ഗ്യാപ്പ് ഒരു പ്രാവശ്യം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. മനസ്സിലായോ? നമ്മുടെ അല്ല, അവർ ഒരു പ്രാവശ്യം, അതെന്ന് വെച്ചാൽ അവിടെ ഓർഡർ കിടപ്പുണ്ടാവും. മനസ്സിലായോ? ഓർഡർ കിടപ്പുണ്ട്. സോ പ്രൈസ് അവിടെ വന്നാൽ ഒരേ പ്രാവശ്യം വന്ന് ടാപ്പ് എടുക്കുകയുള്ളൂ. പിന്നെ അത് സെക്കൻഡ് ടൈപ്പ് പ്രൈസ് ഇവിടെ വരുവാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. അത് സപ്പോർട്ടായിട്ട് മാറത്തില്ല. ചിലപ്പോൾ ബൗൺസൊക്കെ വരാൻ ചാൻസസ് ഉണ്ടാവും. ബട്ട് അത് ഒരു പ്രാവശ്യം മിറ്റിഗേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ അത് ഇതാവില്ല, സക്സസ് ആവത്തില്ല. ഓക്കെ, ഞാൻ നെക്സ്റ്റ് ഇതിലും ഞാൻ നമ്മുടെ ഇവിടെ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇതിൽ ഡിലീറ്റ് ചെയ്യട്ടെ. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഈ ഒരു പോർഷൻ ഇത് കണ്ടോ? യെസ്, ഈ ഒരു പോർഷൻ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. പ്രൈസ് വന്നു, താഴേക്ക് വന്നു, മുകളിലേക്ക് പോയി റെസിസ്റ്റൻസ് എടുത്തു. ഓക്കെ, അവിടെ ആ പൊസിഷനിൽ റെഗുലർ ബേസിസ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മളങ്ങനെ റെസിസ്റ്റൻസ് മാർക്ക് ചെയ്ത് വെക്കണം. കണ്ടോ? ഈ ഒരു പൊസിഷൻ നമ്മൾ റെസിസ്റ്റൻസ് ആക്കി മാർക്ക് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനിയാണ് നമുക്ക് നോക്കേണ്ടത്. എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളതാണ്, മോസ്റ്റ്ലി നമ്മുടെ FVG ഗ്യാപ്പ് മിറ്റിഗേറ്റ് ഉണ്ടാവാൻ പാടില്ല. ഓക്കെ, മിറ്റിഗേറ്റ് മീൻസ് ഒരു പ്രാവശ്യം ടച്ച് ആയി കഴിഞ്ഞാൽ അത് പിന്നെ സെക്കൻഡ് ടൈം നമ്മൾ ടച്ച് ആയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. 5 മിനിറ്റ്സ് ക്യാൻഡിൽ, അത് 5 മിനിറ്റ്സ് ക്യാൻഡിൽ മോസ്റ്റ്ലി ആസ് പെർ മീ ഇത് വർക്ക് ചെയ്യുന്ന 15 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണ്. 5 മിനിറ്റ്സിൽ ഇത് വർക്ക് ചെയ്യും. ബട്ട് ഷാർപ്പ് മൂവ് ഉണ്ടാകും, സഡൻ മൂവ് സ്കാൽപ്പേഴ്സിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിലാണെങ്കിൽ ഞാൻ മോസ്റ്റ്ലി സജസ്റ്റ് ചെയ്യുന്നത് 15 മിനിറ്റ്സ് ആണ്. 30 മിനിറ്റ്സ്, 1 hour,
1 ഡേ അങ്ങനെയൊക്കെ പോകാം. മിനിമം 15 മിനിറ്റ്സ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. 5 മിനിറ്റ്സ് ആണെങ്കിൽ ട്രാപ്പി മൂവ് ഉണ്ടാവും, സഡൻ മൂവ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അതൊക്കെ എല്ലാം ചെയ്യാൻ. ഓക്കെ. പിന്നെ ശരിക്കും ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഫെയർ വാല്യൂ ഗ്യാപ്പ് ഒരു ഫെയർ പ്രൈസ് കൊടുത്തിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. ഫെയർ പ്രൈസ് ദാറ്റ് മീൻസ് ഇവിടെ സഡൻ സെല്ലേഴ്സ് ഈ പൊസിഷൻ നമ്മൾ നോക്കിയാൽ സഡൻ സെല്ലർ ജമ്പ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ് മീൻസ് അവർ പ്രൈസിൻ്റെ ഫെയർ വാല്യൂ കൊടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് അതൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യണത്. ഓക്കെ, അതാണ് FVG ഗ്യാപ്പിൻ്റെ ഒരു അർത്ഥം. പിന്നെ ഇനി ഇത് വാലിഡ് എവിടെ ആവാം? വാലിഡ് ആവാൻ ഉള്ള വാലിഡ് ആവുന്നത് എപ്പോഴും BOS ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചർ. ഓക്കെ, അതാണ് മെയിനായിട്ട്. അവിടെ വന്നിട്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ് വരികയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആൻഡ് ഹെൽത്തി ആയിരിക്കും. BOSൻ്റെ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഞാനത് വീഡിയോ പിൻ ചെയ്തേക്കാം. മസ്റ്റായിട്ട് കണ്ടാലേ ബാക്കി സ്ട്രക്ചർ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. മാർക്കറ്റിൽ നിങ്ങൾ സ്ട്രക്ചർ, മാർക്കറ്റ് ചാർട്ട്, റീഡിങ് കാര്യങ്ങൾ ഫുൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് തന്നെ പണിയാ. റീസൺ ഇപ്പോൾ ടെലിഗ്രാമിലായാലും വാട്സപ്പിൽ തരുന്ന ഈ കോൾസുകളൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും ഇൻ ഫ്യൂച്ചർ അവർ സെബി നാളെ സീരിയസ് എന്തെങ്കിലും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും വഴി ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് ലേറ്റായി പോകും, നമ്മുടെ ഫണ്ട് കാര്യങ്ങളെല്ലാം തീർന്നു പോകും. എത്ര പേരിന് ഞാൻ ഓരോരോ ഇൻ്റർവ്യൂസ് ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതാണ്, ഓരോരോ ന്യൂസ് പേപ്പേഴ്സിലായാലും ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ടാവും. ദാറ്റ് മീൻസ് അവരുടെ ഫണ്ട് തീർന്നു, അവരുടെ 50% എമൗണ്ട് തീർന്നു, അവർ ചെറിയ ഇഷ്യൂസിലാണ്, ഫാമിലി ഇഷ്യൂസിലാണ്, അവരുടെ ജോലി വരെ കളഞ്ഞിട്ടാണ് ഇതിനകത്ത് ഇരിക്കുന്നത്. ഒത്തിരി ഉണ്ട്, എൻ്റെ അറിവിൽ തന്നെ ഉണ്ട്. നമ്മുടെ ശരിക്കും മെൻ്റലി നമുക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ഫാമിലി ഇഷ്യൂസ് തുടങ്ങും. പിന്നെ സോ നിങ്ങൾ പഠിച്ചാൽ ഒരു രക്ഷ ഉള്ളൂ. ഞാൻ ചാനൽ ഉണ്ടാക്കുന്ന പർപ്പസ് അത് തന്നെയാണ്. നിങ്ങൾ ശരിക്കും നന്നായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഞാൻ തരുന്ന എക്സ്പീരിയൻസ്, എൻ്റെ വീഡിയോസ് തരുന്ന എക്സ്പീരിയൻസ് നിങ്ങൾ നന്നായിട്ട് അത് യൂസ് ചെയ്ത് എടുക്കണം. വേറെ ആരെങ്കിലും ഉണ്ടാക്കുന്ന വീഡിയോസ് അതുകൂടി കണ്ടോ, ഞാൻ കാണേണ്ടെന്നല്ല പറയണത്. എല്ലാവരുടെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് എന്താ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കി എടുത്തിട്ട് നിങ്ങൾ ആ ചാർട്ടിൽ ഇത് യൂസ് ചെയ്യും. നമ്മുടെ കലീഗ്സ്, ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ അവർ തന്നെ ഉണ്ടാകും അങ്ങനത്തെ ആളുകൾ. ദാറ്റ് മീൻസ് അവരുടെ ഫണ്ട് മൊത്തം പോയിട്ടുണ്ടാവും, കൊലാപ്സ് ആയിട്ടുണ്ടാവും. ഓർ ഫണ്ട് അവിടെ നിന്ന് കടം മേടിച്ചിട്ടൊക്കെ ആയിരിക്കുമ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒത്തിരി പേർ പേഴ്സണൽ ലോൺ ഇതൊക്കെ എടുത്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. സോ പ്ലീസ് അതൊക്കെ അവോയ്ഡ് ചെയ്യുക. റിസ്ക്കിയാണ്. ഓപ്ഷൻ ബൈയിങ് ആണ് മോസ്റ്റ്ലി റിസ്ക്കി. പഠിച്ചില്ലെങ്കിൽ റിസ്ക്കിയാണ്. കോൾ ബൈ ഒക്കെ എല്ലാവരും തരുന്നു, കോൾ എടുക്കുക, പുട്ടെടുക്കുന്നൊക്കെ എല്ലാവരും തരുന്നതാണ്. ബട്ട് നമ്മുടെ ഫോക്കസ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചാർട്ട് പഠിച്ചിട്ടാണ് ശരിക്കും നമ്മൾ ട്രേഡ് എടുക്കേണ്ടതാണ്. നമുക്കൊരു റീസൺ അറിഞ്ഞാലല്ലേ. എത്ര നാളുകൾ കോൾ മേടിച്ചിട്ട് നിങ്ങൾ ഒരാൾ കോൾ തരും, നിങ്ങൾ ആ കോൾ എടുത്തിട്ട് നിങ്ങൾ എത്ര നാളുകൾ ആ ബേസിൽ നിങ്ങൾ ട്രേഡ് ചെയ്യും. സോ ശ്രദ്ധിക്കുക, പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്. എൻ്റെ ചാനൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഞാൻ റീസൺ ഓർ റിപ്ലൈ തരും. അതിന് സപ്പോർട്ട് ചെയ്യാൻ എപ്പോഴും ഞാൻ റെഡിയാണ്. ഓൺലി ഫോർ ചാർട്ട് റീഡിങ് ലേണിംഗ് പർപ്പസ്. കോൾ ഞാൻ തരത്തില്ല. വാട്സപ്പിലായാലും ടെലിഗ്രാമിലായാലും എനിക്കൊരു പ്രീമിയം ചാനലില്ല. ഞാൻ ഇൻട്രസ്റ്റഡ് അല്ല അതൊക്കെ തുടങ്ങാൻ. ഞാൻ ഒട്ടും ഇൻട്രസ്റ്റഡ് അല്ല. അവസ്ഥ നന്നായിട്ട് ഞാൻ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഐ ഹോപ്പ് ഇൻ ഫ്യൂച്ചർ നന്നായിട്ട് ഞാൻ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ യൂട്യൂബുണ്ട് എനിക്ക് നന്നായിട്ട്. അപ്പോൾ യൂട്യൂബിന് അത്യാവശ്യം കിട്ടുകൊണ്ടിരിക്കും. എനിക്ക് വേറെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് കമൻറ്റ് സെക്ഷനിലും പേഴ്സണലിലേക്ക് മെസ്സേജ് അയക്കുന്നു. കമൻറ്റ് സെക്ഷനിൽ അയക്കുന്നു, സാർ ലൈവ് വരിക, കമൻറ്റ് സെക്ഷൻ മറ്റേ പ്രീമിയം ഗ്രൂപ്പ് വല്ലതും ഉണ്ടോ, വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ, വാട്സപ്പ് തുടങ്ങുമോ, ടെലിഗ്രാം പ്രീമിയം ഗ്രൂപ്പ് തുടങ്ങുമോ? ഞാൻ അതിൽ ഇൻട്രസ്റ്റഡ് അല്ല. ഓക്കെ, സോ ഇവിടുന്ന് എത്ര വേണമെങ്കിൽ നിങ്ങൾ നോളജ് എടുത്തോളൂ, ഞാൻ റെഡിയാണ്. യെസ്, സോറി, ആക്ച്വലി ഒത്തിരി എക്സ്പ്ലെയിൻ ആയിപ്പോയി. നമ്മുടെ ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ FVG ഗ്യാപ്പ് അല്ലേ, ഫെയർ വാല്യൂ ഗ്യാപ്പിൻ്റെ BOS ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചർ നിങ്ങൾ കാണണം. ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചർ വരികയാണ്. ഇത് BOS ആണ്. ഇവിടെ ഇത് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, പ്രൈസ് ഇവിടെ റെസിസ്റ്റൻസ് എടുത്തു, താഴേക്ക് വന്നു, വീണ്ടും ലിക്വിഡിറ്റി പെൻ റെസിസ്റ്റൻസ് താഴേക്ക് വന്നു, വീണ്ടും ഇവിടെ വന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നു. സ്ട്രക്ചർ ബ്രേക്ക് ഔട്ട് വന്ന് നമുക്ക് അപ്പോൾ തന്നെ ചാടേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ചാടേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ഇപ്പം ഞാൻ ഇത് ഒരു റെസിസ്റ്റൻസ് ഇങ്ങനെ മാർക്ക് ചെയ്തേക്കാം. ഓക്കെ, ഇത് റെസിസ്റ്റൻ്റായി, ഇവിടെ BOS കൂടിയായി, ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചറായി. ഓക്കെ, ഇങ്ങനെ മാർക്ക് ചെയ്തു. ഇനി ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എല്ലാം കാണുന്നുണ്ട്. യെസ്, ഇത് മദർ ക്യാൻഡിൽ കണ്ടോ,
ബ്രേക്കൗട്ട് സ്ട്രക്ചർ ആയല്ലോ. അപ്പം നമുക്ക് ഇനി നോക്കേണ്ടത് ബ്രേക്കൗട്ട് സ്ട്രക്ചർ ചാടി നമ്മൾ എടുക്കണോ അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യണോ. വെയിറ്റ് ചെയ്യേണ്ടതാണ് എങ്ങനെ, ഈ ഗ്രീൻ ക്യാൻഡിൽ. നെക്സ്റ്റ് റെഡ് ക്യാൻഡിൽ കണ്ടോ, അതെന്താണ്, ഇൻസൈഡ് ക്യാൻഡിൽ. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. തേർഡ് ഈ ക്യാൻഡിൽ, നെക്സ്റ്റ് ഗ്രീൻ ക്യാൻഡിൽ, അതാണ് നമ്മുടെ സെക്കൻഡ് ക്യാൻഡിൽ. ഓക്കെ, ഞാൻ ഒന്നുകൂടി സൂം ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിലായി റെഡ് ക്യാൻഡിൽ അവോയ്ഡ് ചെയ്യുക, കാരണം ഇൻസൈഡാണ്. സോ സെക്കൻഡ് ക്യാൻഡിൽ ഈ ഗ്രീൻ ആയിരിക്കും നമ്മുടെ സെക്കൻഡ് ക്യാൻഡിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ക്യാൻഡിൽ ഫോമായി ഗ്രീൻ, അത് കണ്ടോ, ആ ഒരു ഡോജി, ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലത്തെ ഇതൊരു ഇൻവേർട്ടഡ് ഹാമർ. ഓക്കെ, സോ ആ ക്യാൻഡിൽ ആൻഡ് 1 2 3. സോ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ഈ 3 ക്യാൻഡിലിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ്, ഫസ്റ്റ് ആൻഡ് തേർഡ് ക്യാൻഡിൽ, മനസ്സിലായി? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്യാൻഡിൽ, ഈ ഗ്രീൻ. ഓക്കെ, സെക്കൻഡാണ് നമ്മുടെ ഈ ഗ്രീൻ ക്യാൻഡിൽ, റെഡ് അവോയ്ഡ് ചെയ്യുന്നുണ്ട്. തേർഡാണ് നമ്മുടെ ഈ ഒരു നമ്പർ 3 ക്യാൻഡിൽ. ഓക്കെ, ഈ ഒരു ഡോജി പോലത്തെ ഒരു ഷൂട്ടിംഗ് സ്റ്റൈൽ ഇൻവേർട്ടഡ് ഹാമർ. ഓക്കെ, സോ 1 2 3, ഈ 1 and 3യുടെ ഇടയിലുള്ള ഗ്യാപ്പാണ് FVG ഗ്യാപ്പ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഇത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ റെക്റ്റാങ്കിൾ, കാരണം അത് ഫെയർ വാല്യൂ ഗ്യാപ്പാണ്. സോ ഈ 1 and 3 ക്യാൻഡിൽസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് വീക്ക് ടു വീക്കാണ്. അതാണ് എപ്പോഴും നമ്മുടെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ആയിരിക്കും. സോ നമുക്ക് ഇവിടെ 2 കൺഫർമേഷൻ കിട്ടിയേക്കാനാണ്, മനസ്സിലായോ? എത്ര കൺഫർമേഷൻ? 2 കൺഫർമേഷൻ. എങ്ങനെ? ഒന്ന് റെസിസ്റ്റൻസ് ആയിരുന്നു, റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് ഓഫ് BOS ആയി, ദെൻ താഴെ പ്രൈസ് വരുവാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം. ഉണ്ടോ? ഇതാണ് FVG ഗ്യാപ്പ്. ഓക്കെ, ഇതാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടുന്നത്. ദാറ്റ് മീൻസ് നമുക്ക് ഇവിടെ ഈസിലി എൻട്രി എടുക്കാം. ഓക്കെ, ഈസിലി എൻട്രി എടുക്കാം. പ്രൈസ് ഇവിടെ വന്നിട്ട് നമ്മൾ എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടത്, അത് ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു തരാം. എപ്പോഴും ഒരേപോലത്തെ സ്ട്രക്ചർ ഉണ്ടാവണമെന്നില്ലല്ലോ, ചിലപ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടുതലായിരിക്കും. സോ നമ്മുടെ SL എൻട്രി എന്തായിരിക്കും? എൻട്രി വരുന്നത് നമ്മുടെ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൻ്റെ 50%. നോട്ട് ചെയ്ത് വെച്ചോളൂ, നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിച്ചു. 50%, മിനിമം 50% ആ ഏരിയയിൽ പ്രൈസ് വന്നാലേ നമുക്ക് ഇവിടുന്ന് ഇതിൻ്റെ ടോപ്പും ആവാം, മിഡിൽ പോയിൻറ്റ്. ഞാൻ മിഡിൽ പോയിൻറ്റ് എപ്പോഴും സജസ്റ്റ് ചെയ്യുള്ളൂ. മിഡിൽ പോയിൻറ്റ് വന്നാലേ നിങ്ങൾ അവിടെ നിന്ന് എൻട്രി എടുക്കണം. സോ SL എന്തായിരിക്കും? സോ SL നിങ്ങളുടെ കുറഞ്ഞു വരും. SL നമ്മുടെ കുറഞ്ഞു വരും. ഈ ബോക്സിൻ്റെ താഴത്തെ പോർഷനായിരിക്കും നമ്മുടെ SL. സോ ശ്രദ്ധിക്കണം, ഇഫ് FVG ഗ്യാപ്പ്, ഈ 3 ക്യാൻഡിൽസിൻ്റെ ആ ഗ്യാപ്പ് കൂടുതലാണെങ്കിൽ, ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് തന്നെ ചെറിയൊരു ഗ്യാപ്പല്ലേ കാണുന്നുള്ളൂ, ചെറിയൊരു 10 പോയിൻറ്റ്സിൻ്റെ ഗ്യാപ്പേ ഉള്ളൂ. സോ 50% നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റിയതാണ്. ബട്ട് 5 മിനിറ്റ്സിൽ അങ്ങനെയല്ല, 1 hour ചാർട്ടിൽ, 1 day ചാർട്ടിൽ ആ ഗ്യാപ്പ് ചിലപ്പോൾ കൂടുതലായിരിക്കും, ഹ്യൂജ് ആയിരിക്കും. സോ ആ ഗ്യാപ്പ് കൂടുതലാകുമ്പോഴത്തേക്കും നമുക്ക് അത്രയ്ക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. സോ അതാണ് ഞാൻ പറയണത്, 50%, ഈ ബോക്സിൻ്റെ 50% വരുമ്പോഴത്തേക്ക് നമുക്ക് എൻട്രി എടുക്കണം. ഗ്യാപ്പ് SL എന്തായിരിക്കും? താഴെ. റിവാർഡ് എന്താ? 1:1 and 1:2. നിയറസ്റ്റ് ഹൈ വരെ നമുക്ക് പോകേണ്ടതാണ്. നിയറസ്റ്റ് ഹൈ എപ്പോഴും അതായിരിക്കും അതിൻ്റെ ടാർഗറ്റ്സ്. ഓക്കെ, അതാണ് ശ്രദ്ധിക്കുന്ന റൂൾസ്. കാര്യങ്ങൾ ഇത്രയ്ക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ആയിരിക്കും പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഫെയർ വാല്യൂ ഗ്യാപ്പൊക്കെ എല്ലാവരും പറയാറുണ്ട്, ബട്ട് അതിൻ്റെ 50%, ഓക്കെ, അതിൻ്റെ 50% ആൻഡ് 50% ശരിക്കും എൻട്രി എടുക്കേണ്ടത്. ഇത് ചെറിയ ഗ്യാപ്പാണ്, തീരെ ചെറിയ ഗ്യാപ്പാണ്, കണ്ടോ? സോ സ്മോൾ ഗ്യാപ്പാണ്. നമുക്ക് റിസ്ക് റിവാർഡൊക്കെ നമുക്ക് ഇഷ്യൂ അല്ല, ചെറിയ SL പോയാലും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ. ബട്ട് ഡെയിലി ടൈം ഫ്രെയിം 1 hour ചാർട്ടിൽ ആലോചിക്കുക നിങ്ങൾ, എത്ര വലുതായിരിക്കും, ഹ്യൂജ് ഗ്യാപ്പായിരിക്കും അത്. ഓക്കെ, സോ അതാണ് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ BOS എപ്പോഴും ശ്രദ്ധിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും എങ്ങനെയാണ്, ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചർ ആൻഡ് ദെൻ FVG ഗ്യാപ്പ് കിട്ടുവാണെങ്കിൽ അവിടെ നിങ്ങൾ FVG ഗ്യാപ്പ് സെർച്ച് ചെയ്യുക. FVG ഗ്യാപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങളത്, എന്നിട്ട് വേണം നിങ്ങൾ അതിനകത്ത് എൻട്രി എടുക്കാം. മിറ്റിഗേറ്റഡ് ആണെങ്കിൽ, ഒരു പ്രാവശ്യം മിറ്റിഗേറ്റ് ആയി കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം ഇവിടെ വീണ്ടും വരുന്നു. ഓക്കെ, കണ്ട, ഇവിടെ മിറ്റിഗേറ്റ് ആയി, ഒരു പ്രാവശ്യം ടച്ച് ചെയ്ത് സപ്പോർട്ട് എടുത്തു, പ്രൈസ് മുകളിലേക്ക് പോയി, ഷൂട്ട് ചെയ്ത്, കണ്ട, മുകളിലേക്ക് പോയി, റെസിസ്റ്റൻസ് എടുത്തു, പ്രൈസ് താഴേക്ക് വീണ്ടും വരുന്നുണ്ട്, പിന്നെ റെസ്പെക്റ്റ് ചെയ്യില്ല. പിന്നെ എന്തൊരു റെസ്പെക്റ്റ് ചെയ്യില്ല, കാരണം ഓൾറെഡി ഇവിടെ മിറ്റിഗേറ്റ് ആയല്ലോ. പിന്നെ താഴെ ബൂം പൊട്ടും അത്. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ ചെയ്യുക, ഒരു ട്രെൻഡ് ലൈൻ കൂടി വരച്ചോളൂ. ഓക്കെ, പ്രൈസ് ആക്ഷനിൽ ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, പ്രൈസ് ആക്ഷൻ, യെസ്, ട്രെൻഡ് ലൈൻ വെച്ചോളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ, അല്ലേ? അതൊക്കെ എല്ലാം നമ്മൾ കൗണ്ട് ചെയ്യുക, ശ്രദ്ധിക്കുക. അതൊക്കെ എല്ലാം കൂടി നമ്മൾ ശ്രദ്ധിക്കാനുള്ളതാണ്. പിന്നെ ഇവിടുന്ന് വേറൊരു കാര്യം, എനിക്ക് എല്ലാം കൂടി മിക്സ് ആയി പോകുന്നത് കണ്ടോ, ചാനൽ ടൈപ്പ്, രണ്ട് ബ്രേക്ക് ഔട്ട് കൂടിയായി. അതൊക്കെ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. എല്ലാം കൂടി ഞാൻ ഇതിനകത്ത് മിക്സ് ചെയ്യുന്നില്ല, ബട്ട് യെസ്, ഇത് FVG ഗ്യാപ്പ് വീഡിയോ ആണ്, നിങ്ങൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, കണ്ട, ഇത് എക്സ്റ്റെൻഡ് ആയപ്പോൾ വീണ്ടും ഇവിടെ ഏരിയയിൽ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്, കണ്ട. അതൊക്കെ എല്ലാം അങ്ങനെ ഒരു പ്രൈസ് കാണിച്ചുകൊണ്ടിരിക്കും. സോ എപ്പോഴും FVG ഗ്യാപ്പിൻ്റെ
എഫ് ഇ ഗ്യാപ്പ് എവിടെ പിടിക്കേണ്ടത് എങ്ങനെയാണ് നിങ്ങളത് എപ്പോഴും ശ്രദ്ധിക്കാൻ. ഐ ഹോപ്പ് സോ ഞാൻ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് സർക്കിൾസിൽ നന്നായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. നന്നായിട്ട് ഷെയർ ചെയ്താൽ മാത്രമേ SMCയുടെ വേറെ നെക്സ്റ്റ് ഒരു വീഡിയോസ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിലും ലോജിക്കലി ആയിരിക്കും, പിന്നെ കുറച്ചുകൂടി ഡീപ്പ് എക്സ്പ്ലനേഷൻ ആയിരിക്കും ഞാൻ തരാൻ പോകുന്നത്. ഓക്കെ, സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. സീ യു.